വിത്തിട്ട് കൊയ്ത് നെല്ലാവുന്നത് വരെ കാണിക്കാം. അപ്പോൾ വിത്തിട്ട് 2-3 ദിവസം കഴിഞ്ഞു. ആദ്യം രാവിലെ തന്നെ എണീറ്റിട്ടേ ഇതൊരു പാത്രത്തിലിട്ട് ഇങ്ങനെ വേർതിരിച്ചു. അല്ലെങ്കിൽ പാടത്തേക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചാക്കിലിരിക്കുന്നു അതുപോലെ. അപ്പോൾ രാവിലെ അതിന് ചെയ്തതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി എത്തി. ഇനി നമുക്ക് വിശദമായിട്ട് പറയാം. 3-ാമത്തെ ദിവസമാണ് കേട്ടോ. 3-ാമത്തെ ദിവസം 3 ദിവസം മുന്നിട്ടതാണ്. 4-ാമത്തെ ദിവസമായി. 3 ദിവസം കഴിഞ്ഞ് ഇന്ന് 4-ാമത്തെ ദിവസമായി. ചെറിയൊരു പിഴവ് പറ്റിയതാണ്. അല്ലേ മുള പൊട്ടി. ഇത് ഈ വലുത് കാണുന്നുണ്ടല്ലോ, വലുത് അത് വേരാണ്, റൂട്ട്. ഇതാണ് മുള. ആദ്യം വേര് പോകും, പിന്നെ മുള വരും. അങ്ങനെയാണല്ലോ നമ്മുടെ ശാസ്ത്രം പഠിച്ചിരിക്കുന്നത്. ശാസ്ത്രത്തിൽ എൻ്റെ ഗൈസ് എല്ലാം ബോധവാന്മാരാണെന്ന്, എന്നേക്കാൾ ബോധവാന്മാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് റൂട്ട്, ഇത് മുള. ഫസ്റ്റ് അടിയിലേക്കല്ലേ പോവുക. അപ്പോൾ ഇനി നമ്മളിങ്ങനെ പോയ പാടത്തേക്ക് ഇടും. ഓക്കെ, ഇതിൽ കൂടുതലും ഇതിൽ തിന്നില്ല. ഞങ്ങൾ സാധാരണ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പന്നി കൊണ്ടുപോവുക ചെയ്യാറ്. പക്ഷികളും മയിലും മൃഗങ്ങളും ഒക്കെ തിന്നും. ബാക്കി നമുക്ക് കിട്ടും കുറച്ച്. പക്ഷേ ഇപ്രാവശ്യം തോനെ കിട്ടണം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിഞ്ഞ് പാടത്തേക്ക് കൊണ്ടുപോകാനുള്ള ചാക്കിലാക്കാം. അതിന് രാവിലെ എല്ലാം ആക്കിയില്ല കേട്ടോ, കാരണം എല്ലാം ഒരുമിച്ചാക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ നന വെച്ച ചാക്കിൽ കട്ട ഒത്തിരിക്കുകയാണ് ചെയ്യുക. അതങ്ങോട്ട് പെട്ടെന്നൊന്നും ഉതിർത്തിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങോട്ട് വളരെ കഷ്ടപ്പെട്ട് തന്നെ എടുക്കണം. ആളൊക്കെ വേണം. അപ്പോൾ ഇപ്പം എത്തും, നമ്മുടെ ആളിപ്പോൾ എത്തും. അപ്പോൾ സഹായം. മറ്റേത് ഒറ്റയ്ക്ക് ഇങ്ങനെ ആക്കുമ്പോഴേ ബുദ്ധിമുട്ടാണ്. അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് കുട്ടിയെ ഉള്ളിലേക്ക് എവിടെ പോണ് പോവില്ല, അങ്ങനെ പെട്ടെന്ന് പോവില്ല. അപ്പോൾ ആളെത്തിയിട്ടുണ്ടോ. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ ഈ ചാക്കിൽ ഏറ്റാൻ പറ്റുന്ന രീതിയിൽ പാകത്തിനാക്കും. കാരണം തൊട്ടടുത്താണ് കേട്ടോ ആ കാണുന്ന അരികിൽ കാണുന്നതാ. എന്നാലും ചാക്കിൽ പാകത്തിനാക്കിയിട്ട് ഏറ്റും. ഇതെന്താ വെച്ചാൽ നെല്ല് കാണുന്ന അത്ര കനമില്ല. നെല്ലിന് കനം കൂടും, എന്നാലും ഇടുന്ന സമയത്തും കനം കൂടും. പക്ഷേ ഇത് വിത്തല്ലേ, ഇതിൽ മുള കാരണം കനമില്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ. ആ പോക്ക് കണ്ടാറേ കനം കുറവാണ്. അപ്പം ഇനി പാടത്ത് നമ്മളെല്ലാം സെറ്റപ്പാക്കി വെച്ചിരിക്കുക കേട്ടോ. വെള്ളമൊക്കെ പാകത്തിനാക്കി പൂട്ടി 2 സൈഡിലും ചാലാക്കി. കാരണം എന്താ വെച്ചാൽ ഇതിൽ എപ്പോഴും വെള്ളത്തിൽ നിൽക്കാൻ പറ്റില്ല, അപ്പോൾ ചീഞ്ഞു പോകും. അപ്പോൾ എന്നാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കയറ്റണം. അതിന് വേണ്ട സെറ്റപ്പൊക്കെ ആക്കിയതിന് ശേഷം 4 പുറം വലിയ വരമ്പിട്ട് ശരിയാക്കി വെച്ചിരിക്കുകയാണ്. അതാണ്. പിന്നെ ഇത് വിതയ്ക്കുമ്പോൾ വീശി വിതയ്ക്കും. ഇതേറെ ഞാറിടുക, അപ്പോൾ ഇത് വീശില്ല. അപ്പോൾ ബാക്കിയുള്ള കണ്ടങ്ങളൊക്കെ വരമ്പ് വെച്ച് ശരിയാക്കി. ഇതാ റെഡിയായി നടാൻ റെഡിയായി. അപ്പം നമുക്ക് സൂപ്പർ അന്തരീക്ഷമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കൃഷിക്കാരുണ്ട്, അവരോട് കാര്യങ്ങൾ ചോദിക്കാം. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ? എങ്ങനെ നാടൊക്കെ അടിപൊളിയുണ്ട്. കുഴപ്പമൊന്നുമില്ല. അല്ല, മിഷിയ നാടാണോ അതോ ഇങ്ങനത്തെ നാടാണ് നല്ലത്? നാട് കൈനാടാണ് നല്ലത്. അതെ അതെ, പണ്ട് കാലത്തൊക്കെ ഇതുപോലെ ആയിരുന്നല്ലോ ചെയ്തിരുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ മിഷിയ നാടാകുമ്പോ എന്താ വെച്ചാ ഈ മുക്കും അതിനോട് അറിഞ്ഞു കേട്ടതേ മൂലകളും കുണ്ടും കുഴിയൊക്കെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളത് നടണം. അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അല്ല, അല്ലേ പന്നിശല്യം ഉണ്ട് ഇവിടെ? പന്നിശല്യം അതിനെന്താ ചെയ്യാ? അപ്പൊ പന്നി മയിലിന് പിന്നെ നിവൃത്തിയില്ല, കുറച്ച് കഴിച്ചോട്ടെന്ന് വെക്കാലോ അല്ലേ? അല്ലേ, പന്നി ശല്യത്തിന് എന്താ ചെയ്യാ? ഒന്നും ചെയ്യാൻ മാർഗമില്ല. വല്ല പഞ്ചായത്തിലൊക്കെ അറിയിച്ചിട്ട് ഒഴിവാക്കാം. അതിലും കാര്യമില്ല. നമുക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ കൃഷിയല്ലേ, നമുക്ക് പണിയെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ. അപ്പോൾ നമ്മുടെ കർഷകർ പറയണത് നല്ല സുന്ദരൻ സ്ഥലം കേട്ടോ. കർഷകർ പറയണത് അങ്ങനെ നടും, പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും ചെലവ് ചെയ്തതിനനുസരിച്ച് വരുമാനം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിതിങ്ങനെ പിടിക്കാൻ കാരണം നമ്മുടെ നാട് തന്നെയാണ്. അപ്പോൾ നാടിന് നല്ല രസം തോന്നി. നടുന്നതല്ല, നാടിന്. അപ്പോൾ നല്ലൊരു രസമായിട്ട് തോന്നിയതുകൊണ്ട് മാത്രമാണ് കാണിക്കുന്നത്. ഉണ്ട് കുട്ടികൾ കളിക്കുന്നത്. അപ്പോൾ സംസാരിച്ചതിന് താങ്ക് യു, നന്ദി. അപ്പോൾ കൊയ്ത്തായി ധാരാളം അങ്ങോട്ട് പോരട്ടെ.
ഈ സമയത്താണ് ശ്രദ്ധിക്കുക. അതായത് വണ്ടി നിറഞ്ഞിട്ട് അത് ചൂളം വിളിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കർഷകർ. അങ്ങനെ പ്രിയമുള്ളവരെ, പന്നിയും പക്ഷികളും എല്ലാം മയിലും എല്ലാം കഴിച്ചതിന് ശേഷം ബാക്കി ഇതാ. സന്തോഷമായി. എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. ബൈ.